Hi students, welcome to Physics and Maths Classroom. നമ്മൾ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇക്വാളിറ്റീസ് ഒള്ളി, അതായത് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഇക്വാളിറ്റീസ് ഒള്ളി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും ഒരു 3 ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഓൾ n greater than or equal to 1, for all n greater than or equal to 1, prove that 1 square plus 2 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6. n into n plus 1 into 2n plus 1 by 6. അപ്പോൾ എങ്ങനെയാണോ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ പ്രൂഫ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു കോമൺ സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്ന് എടുക്കണം. അതിനുശേഷം n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിനുശേഷം n ഈക്വൽ ടു കെയ്ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് n ഈക്വൽ ടു k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ എന്ന് എടുക്കുക, n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് തെളിയിക്കുക, കെയ്ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക, k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. 4 കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 4. അതിനുശേഷം ഇത് റിസൾട്ട് ട്രൂ ആണ് എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 4 മാർക്ക് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം എന്താ പറഞ്ഞാൽ, ആദ്യമേ പി ഓഫ് എൻ എന്ന് തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയെന്ന്. അപ്പോൾ എഴുതിക്കേ, ലെറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ബി പി ഓഫ് എൻ. ലെറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ബി പി ഓഫ് എൻ. ഇനി അപ്പോൾ പി ഓഫ് എൻ ഇനി എഴുതണം. പി ഓഫ് എന്നിന് നമ്മൾ എഴുതുക എന്താണ്, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ എടുത്ത പി ഓഫ് എൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി, എന്തായാലും ലെറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ബി പി ഓഫ് എൻ എന്ന ആദ്യത്തെ സെൻറ്റൻസ് എഴുതണം. അതിനുശേഷം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് അതിനെ പി ഓഫ് എൻ എന്ന് എഴുതി വെക്കുക. ഏത് ചോദ്യം തന്നാലും ഇത്രയും കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം ഇനി എഴുതേണ്ടത് n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നല്ലേ. അതാണ് ഏത് ക്വസ്റ്റ്യൻ ആയാലും ഇങ്ങനെ തന്നെയാണ് മെത്തേഡ്. അപ്പോൾ ഫോർ n ഈക്വൽ ടു 1, ഫോർ n ഈക്വൽ ടു 1, n ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താവും, പി ഓഫ് 1 ആവും അല്ലേ. പി ഓഫ് 1ൻ്റെ LHS എന്താ, LHS ലെഫ്റ്റ് സൈഡ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. RHSോ n-ന് 1 കൊടുക്കുക, 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു n-ന് 1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1 2 പ്ലസ് 1 ബൈ 6, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ബൈ 6, 2 ഇൻറ്റു 3 6 ബൈ 6 1. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് വന്നു. LHS ഈക്വൽ ടു RHS എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 1 എന്താ, പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ഈസ് ട്രൂ. ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടായിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നതിന് ശേഷം ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ, അടുത്തത് ചെക്ക് വെദർ പി ഓഫ് 2 ഈസ് ട്രൂ, അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 2 നമ്പർ ഇട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതുക. എന്തായിരിക്കും പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ, പി ഓഫ് 2 ട്രൂ ആണോ നമുക്ക് നോക്കാം. ഫോർ n ഈക്വൽ ടു 2, അത് നമ്മളുടെ പ്രൂഫിൽ അത് വേണ്ട. ഇനി ക്വസ്റ്റ്യനിൽ n 2 ട്രൂ ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പറയുക. ഈ പാർട്ട് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിൽ n ഈക്വൽ ടു 2 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫോർ n ഈക്വൽ ടു 2 പി ഓഫ് 2 ആവും അല്ലേ. പി ഓഫ് 2ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ, ലെഫ്റ്റ് സൈഡ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് 1 പ്ലസ് 2 സ്ക്വയർ 4, 1 പ്ലസ് 4 5. റൈറ്റ് സൈഡ് RHS n-ന് 2 കൊടുത്താൽ 2 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 2 4 പ്ലസ് 1 4 പ്ലസ് 1 by 6 that is 2 into 3 into 5 by 6. 2 into 3 6 പോയി ബാക്കി 5.
LHS ഈക്വൽ ടു RHS എന്ന് കിട്ടിയല്ലേ, LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. ദെയർഫോർ P ഓഫ് 2 ട്രൂ ആണ്. P ഓഫ് 2 ഈസ് ട്രൂ. P ഓഫ് 2 ഈസ് ട്രൂ. n ഈക്വൽ ടു 2 നമ്മുടെ പ്രൂഫ് എഴുതുമ്പോൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഇതാണ് n ഈക്വൽ ടു 2 ചോദിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇതിലേക്ക് വരാം. ഞാനിത് മായ്ക്കുവാണേ. നിങ്ങൾ ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ P ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിച്ചു. P ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം അടുത്തത് ഇനി എന്താ, n ഈക്വൽ ടു കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അത് നമ്മുടെ അസംഷനാണ്. അപ്പോൾ എഴുതുക, അസ്യൂം ദാറ്റ് P ഓഫ് n ഈസ് ട്രൂ ഫോർ n equal to k. Assume that P of n is true for n equal to k. That is P of n എന്ന് പറഞ്ഞാൽ n സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ആണ്. അപ്പോൾ P ഓഫ് n is true for n equal to k എന്നല്ലേ. അപ്പോൾ നമ്മൾ P of k ആണ് എഴുതുന്നത്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തേരെ. ഈസ് ട്രൂ. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. കാരണം ഇനി നമുക്ക് k പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ P ഓഫ് കെയുടെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും എഴുതി. എന്തൊക്കെയാ തന്നേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് P ഓഫ് n എന്ന് എടുത്തു. അതിനുശേഷം n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് തെളിയിച്ചു. n ഈക്വൽ ടു കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ഇനി വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P ഓഫ് n ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k പ്ലസ് 1. അതാണ് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. അതുകൂടെ എഴുതിക്കേ. വി ഷാൾ നൗ പ്രൂവ് ദാറ്റ് P of n is true for n equal to k plus 1. Okay. അതിന് വേണ്ടിയിട്ട് now we have, നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡ് we have 1 square plus 2 square plus etc plus 1 square plus 2 square plus etc plus k plus 1 the whole square now അല്ലേ. P of k plus 1 എന്നിന് k plus 1 കൊടുക്കുമ്പോൾ 1 square plus 2 square plus etc plus എന്നിന് k plus 1 കൊടുത്തു. ഇത് k plus 1 square now. നമുക്ക് കിട്ടേണ്ടത് എന്താ, എന്നിന് k plus 1 കൊടുത്തെന്ന് നോക്കിക്കേ. k plus 1 into k plus 1 plus 1, that is k plus 1 into k plus 2 into 2 into k plus 1 plus 1 divided by 6 എന്ന ആൻസർ കിട്ടിയാൽ P of k plus 1 ട്രൂ ആയി. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ വരെ എഴുതിയില്ലേ. എന്താണ് ഈ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന് തൊട്ട് പിറകിലത്തെ ടേം? ഈ ബാക്കിലെ ഈ ടേം എന്തായിരിക്കും? ഇതിന് തൊട്ട് പിറകിൽ വരുന്ന ടേം എന്തായിരിക്കും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ പ്ലസ് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇത് k പ്ലസ് 1ന് തൊട്ട് പിറകിൽ k അല്ലേ വരുന്നത്. അപ്പോൾ k സ്ക്വയർ കൊടുത്തു. ഇനി 1 തൊട്ട് k വരെയുള്ള വാല്യൂ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6 പ്ലസ് k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇക്വേഷൻ നമ്പർ 1 അതിന് വാല്യൂ എഴുതി. അതിനുശേഷം ഈ ബാക്കിയുള്ള ഈ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എഴുതി ഫ്രം 1. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മളുടെ ആൻസറിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. നോക്കിക്കേ, k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ഇൻറ്റു k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6. ആ ഡിനോമിനേറ്റർ 6 കിട്ടിയല്ലേ. ഇനി ന്യൂമറേറ്ററിൻ്റെ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കേട്ടോ. കോമൺ ആയിട്ട് എന്തുണ്ട്?
ഒരു k+1 ഉണ്ട്. k+1 പുറത്തെടുക്കുക. ഇതവിടെ കിടന്നോട്ടെ. നമുക്ക് ഇത് തന്നെയാണോ കിട്ടുന്നത് നോക്കാം. k+1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു k+1 ഇൻറ്റു k ഇൻറ്റു 2k+1 പ്ലസ് 6 ഇൻറ്റു k+1 ഡിവൈഡഡ് ബൈ 6. അത് ഈസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിക്കേ. k+1/6 ഇൻറ്റു 2k² പ്ലസ് k പ്ലസ് 6k പ്ലസ് 6. which is equal to k+1/6 into 2k² plus 7k plus 6. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് സോൾവ് ചെയ്തെടുത്തേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2k² plus 7k plus 6 equal to 0. k equal to minus b plus or minus root of b square minus 4ac by 2a അല്ലേ. -7 plus or minus root of 49, 7ൻ്റെ സ്ക്വയർ 49, 4 2 8 6 8 48, 49 - 48 √1, ആൻസർ 1 by 4 which is equal to -7 plus 1 by 4 or -7 minus 1 by 4. -7 plus 1 by 4 എത്ര? -6 by 4. അതിനെ ചെറുതാക്കിയാൽ -3/2 or -7 minus 1 -8 by 4. -8 by 4 -2 അല്ലേ. അപ്പോൾ k equal to -3/2 or -2. അങ്ങനെയാണെങ്കിൽ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇതിനെ ഒരു ടൈം മാത്രം എടുത്തൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ 2k 2 × k 2k -3 പുറത്ത് വരുമ്പോൾ 2k + 3. അടുത്തത് ഇവിടെ k -2 പുറത്ത് വരുമ്പോൾ k + 2 equal to 0 എന്ന് എഴുതി. അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റി. സോ k+1/6 ഇൻറ്റു 2k k+2 ഇൻറ്റു 2k + 3 ഇത്ര വരെ എല്ലാം ഇൻറ്റു അല്ലേ. ഇനി നമ്മളുടെ ഈ ഫോമിലോട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ നോക്കി. k+1 k+2 അതിനെ n+1 എന്ന് എഴുതുമ്പോൾ k+1 + 1 എന്ന് എഴുതാം. k+1 + 1. അടുത്തത് 2k + 3 നമുക്ക് 2 × k+1 + 1 എന്ന് എഴുതാമോ? 2 × k+1 + 1 അങ്ങനെയാണ് വേണ്ടത്. 2k 2 × 1 2 + 1 അതായത് 2k. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2k + 3 അല്ലേ. ആ 2k + 3 ഒന്ന് മാറ്റി n-ന് പകരം k+1 വരുന്ന രീതിയിലൊന്നാക്കിയത് by 6. സോ p of k+1 ട്രൂ ആണെന്ന് കിട്ടി അല്ലേ. ഈ k+1 പകരം n എന്നൊന്ന് വായിച്ചേ. n × n+1 × 2n + 1 ആയില്ലേ. അപ്പോൾ therefore p of k+1 is true. p of k+1 is true whenever p of k is true. p of k എപ്പോഴൊക്കെ ട്രൂ ആവുന്നു അപ്പോഴെല്ലാം p of k+1 ട്രൂ ആയിരിക്കും. whenever p of k is true. ഇത്രയും എഴുതണം. ഇനി നമുക്കൊരു കാര്യം കൂടെ എഴുതാനുണ്ട്. അത് നിങ്ങൾ എഴുതിയാൽ മതി, ഞാൻ ബോർഡിൽ എഴുതുന്നില്ല. hence from the principle of mathematical induction the statement p of n is true for all natural numbers n. hence from the principle of mathematics അത്രയും കൂടെ എഴുതിയാലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആകുള്ളൂ. hence from the principle of mathematical induction the statement p of n is true for all natural numbers n. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഒരു ചോദ്യമായി. 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത മെത്തേഡ് എന്താണ്? തന്നേക്കുന്ന സെൻറ്റൻസിനെ നമ്മൾ p of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആക്കി എടുത്തു, അത് എഴുതി വെച്ചു. ഫോർ n = 1 അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷം p of kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ദെൻ p of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. എന്നിട്ട് ട്രൂ ആണ് p of k എപ്പോഴൊക്കെ ട്രൂ ആകുന്നോ അപ്പോഴെല്ലാം p of k+1 ട്രൂ ആകും എന്ന് എഴുതി. എന്നിട്ട് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇക്വാളിറ്റീസ് ആണെങ്കിൽ നമുക്ക് 3 എണ്ണം ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, ഫോർ ഓൾ n greater than or equal to 1 പ്രൂവ് ദാറ്റ്
for all n greater than or equal to 1, prove that 1 by 1 into 2 plus 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus 1 by n into n plus 1 equal to n by n plus 1 equal to n by n plus 1. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. എഴുതിക്കേ, തുടങ്ങിക്കോ നിങ്ങൾ. ആൻസർ: ലെറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ബി പി ഓഫ് എൻ എന്നിട്ട് പി ഓഫ് എൻ എടുക്കുക. പി ഓഫ് എൻ 2 കുത്ത് 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus 1 by n into n plus 1 equal to n by n plus 1 for all n greater than or equal to 1. പി ഓഫ് എൻ എടുത്തു. അതിനുശേഷം ഇനി എന്ത് എഴുതണം? ഫോർ n equal to 1 പി ഓഫ് 1. പി ഓഫ് 1 ട്രൂ ആണോ നോക്കിക്കേ. ഫോർ n equal to 1 പി ഓഫ് 1. എൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താവും? എൽ എച്ച് എസ് ഒരു ടൈം മാത്രം 1 by 1 into 2 1 by 2. ആർ എച്ച് എസോ എന്നിന് 1 കൊടുത്താൽ 1 by 1 plus 1 ദാറ്റ് ഈസ് 1 by 2. എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 2 കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഫോർ n equal to 2 പി ഓഫ് 2. എൽ എച്ച് എസ് എന്താ? 2 ടേം വേണം കേട്ടോ. എന്നിന് എൽ എച്ച് എസിൽ 2 ടേംസ് എടുക്കണം. 1 by 1 into 2 plus 1 by 2 into 3 ദാറ്റ് ഈസ് 1 by 2 plus 1 by 2 into 3 6 അല്ലേ? 1 by 1 into 2 plus 1 by 2 into 3 1 by 2 plus 1 by 6 ക്രോസ് ചെയ്യുമ്പോൾ ഒരു 6 6 2 8 by 12. ചെറുതാക്കുകയാണെങ്കിൽ 4 കൊണ്ട് 4 2 8 4 3 12 2 by 3. ആർ എച്ച് എസോ എന്നിന് 2 കൊടുക്കുമ്പോൾ 2 by 2 plus 1 2 by 3. എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. പി ഓഫ് 2 ഈസ് ട്രൂ. പി ഓഫ് 2 ഈസ് ട്രൂ. എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കിട്ടി. പി ഓഫ് 2 ട്രൂ ആയി അല്ലേ? അതിനുശേഷം ഇനി എന്ത് നോക്കണം? പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് എഴുതണം. എഴുതിക്കേ. അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ assume that P of n is true for n equal to k. Assume that P of n is true for n equal to k. അങ്ങനെയല്ലേ എഴുതിയത്. അപ്പോൾ P of k എന്തായിരിക്കും? P of k 1 by 1 into 2 plus 1 by 2 into 3 plus etc. plus 1 by k into k plus 1 equal to k by k plus 1. And equation number 1 എന്ന് കൊടുക്കുക is true. That is P of k is true എന്ന് നമ്മൾ assume ചെയ്തു. ഇനി എന്താ? We shall now prove that P of k plus 1 is true. P of k plus 1 ട്രൂ ആണെന്ന് ഇനി പ്രൂവ് ചെയ്യണം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ലെഫ്റ്റ് സൈഡ് എഴുതിക്കേ. 1 by 1 into 2 പ്ലസ് 1 by 2 into 3 പ്ലസ് എക്സെട്ര പ്ലസ് 1 by എന്നിന് പകരം കെ പ്ലസ് 1 ആണ് നമ്മൾ കൊടുത്തത് അല്ലേ? എന്നിന് പകരം കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താവും? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 1 by 1 into 2 പ്ലസ് 1 by 2 into 3 പ്ലസ് എക്സെട്ര. ഇതിന് തൊട്ട് മുന്നേ ഉള്ള ആൾ കെ പ്ലസ് 1 തൊട്ട് മുന്നേ ഉള്ള ആൾ കെ ആണ്. അപ്പോൾ കെ നമ്മൾ എഴുതുന്നു 1 by k into k plus 1 പ്ലസ് 1 by k plus 1 into k plus 2 ഇൻറ്റു ഇതിനെ k plus 1 ഇതിനെ k plus 2 എന്ന് എഴുതി. ഇതുവരെയുള്ള വാല്യൂ എത്രയാ? ഫ്രം 1. അതിനെ നമുക്ക് ഇത്രയും വരെ നമ്മൾ ആഡ് ചെയ്തത് k by k plus 1 എന്നാണ്. അപ്പോൾ k by k plus 1 പ്ലസ് 1 by k plus 1 into k plus 2. k by k plus 1 പ്ലസ് 1 by k plus 1 into k plus 2 അല്ലേ? ഡിനോമിനേറ്റർ കോമൺ ആക്കി നോക്കിക്കേ.
ഇവിടെ k+1 ആണ്, ഇവിടെ ഒരു k+2 കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ k × k+2 ബൈ k+1 × k+2 എന്ന് എഴുതി, പ്ലസ് 1 ബൈ k+1 × k+2. സോ ഡിനോമിനേറ്റർ സെയിം ആയി. ന്യൂമറേറ്റർ എടുത്തെഴുതിയാൽ k × k+2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ k+1 × k+2, which is equal to ന്യൂമറേറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ, k × k² പ്ലസ് 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k+1 × k+2. ദാറ്റ് ഈസ് k+1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ k² പ്ലസ് 2k പ്ലസ് 1നെ നമുക്ക് k+1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. k+1 ദ ഹോൾ സ്ക്വയർ ബൈ k+1 × k+2. ഒരു k+1ഉം k+1ഉം പോയി, k+1 ബൈ k+2. ദാറ്റ് ഈസ് k+1 ബൈ k+1 പ്ലസ് 1. ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയത്, n ബൈ n+1. സോ എന്നിന് പകരം k+1 ബൈ k+1 പ്ലസ് 1. ആൻസർ ആയല്ലോ. ദാറ്റ് ഈസ് P of k+1 is true. P of k+1 is true whenever P of k is true. Whenever P of k is true. Proof 5. ഇനി എന്താ, ഇനി കുറച്ച് കാര്യം കൂടെ എഴുതാണ്ടല്ലേ. ഹെൻസ് ഫ്രം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ സ്റ്റേറ്റ്മെൻറ്റ് P of n is true for all natural numbers n. ആൻസർ ആയി കഴിഞ്ഞു. എളുപ്പമല്ലേ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതേ മെത്തേഡ് തന്നെയാണ് ഏത് ചോദ്യത്തിന് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഹെൻസ് ഫ്രം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് അല്ലെങ്കിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് P of n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളാം. ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n, ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n, ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റിജർ n, പ്രൂവ് ദാറ്റ് positive integer n, prove that 7 raised to n minus 3 raised to n is divisible by 4. 7 raised to n minus 3 raised to n is divisible by 4. Divisible by 4. അപ്പോൾ തുടങ്ങിക്കോ. എന്താ ആദ്യം എഴുതുന്നത്? Let the given statement be P of n. Then P of n എഴുതുക. ആൻസർ, let the given statement be P of n. അതിനുശേഷം P of n എന്താ നമുക്ക് തന്നേക്കുന്നത്? ക്വസ്റ്റ്യനിൽ എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? 7 raised to n minus 3 raised to n is divisible by 4. Divisible by 4. For n equal to 1, for n equal to 1, P of 1 എന്താവും? 7 raised to 1 minus 3 raised to 1 നമുക്ക് എന്ത് കിട്ടും? 7 raised to 1 minus 3 raised to 1, 7 minus 3, 4 എന്ന് കിട്ടും അല്ലേ? അമ്മ വിച്ച് ഈസ്, അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4. ആ ഡിവിസിബിൾ ബൈ 4 ആണ് P of 1. Therefore P of 1 is true. P of 1 is true. എന്നിന് 1 കൊടുത്തു, എന്നിന് 1 കൊടുത്തപ്പോൾ 7 raised to 1 minus 3 raised to 1, 4 എന്ന് കിട്ടി. 4 ഡിവിസിബിൾ ബൈ 4 ആണ്, അതായത് 4നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് P of 1 ട്രൂ ആയി. ഇനി എന്ത് ചെയ്യണം? assume that P of k is true. P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് എന്താണ് P of k? എന്നിന് k കൊടുക്കുക. 7 raised to k minus 3 raised to k is divisible by 4. ഈ എഴുതിയിരിക്കുന്നതിനെ ഞാൻ ഒന്നുകൂടെ മാറ്റുവാണേ. ദാറ്റ് ഈസ് 7 raised to k minus 3 raised to k യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നല്ലേ പറഞ്ഞത്? 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ എനിക്കൊരു നാച്ചുറൽ നമ്പർ d കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ മുകളിൽ വരുന്ന ആൾ d.
ആ ഡി കിട്ടും. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റുന്നു. 7 റേസ്റ്റ് ഈ 4നെ ഇങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ എന്താവും 7 റേസ്റ്റ് കെ മൈനസ് 3 റേസ്റ്റ് കെ ഈക്വൽ ടു 4d ഫോർ സം d ബിലോങ്സ് ടു n, ഫോർ സം നാച്ചുറൽ നമ്പർ n. അപ്പോൾ ഈ എഴുതിക്കുന്നത് മനസ്സിലായോ? 4 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാറിയത്, 4d എന്ന് എഴുതിയത്. ഇത് നമുക്ക് വേണം കേട്ടോ. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി എന്താ? ഇനി we shall now prove that p of k plus 1 is true. p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 എന്ന് കിട്ടണം. ഇനി അതിനെ ഒന്നും കൂടെ മാറ്റി കഴിഞ്ഞാൽ 7 raised to k plus 1 minus 3 raised to k plus 1 equal to സം 4ൻ്റെ മൾട്ടിപ്പിൾ, സം 4k അല്ലെങ്കിൽ സം 4d ഡാഷ്. ഇവിടെ d എടുത്തുകൊണ്ട് d ഡാഷ് എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോൺസ്റ്റൻറ്റ്. 7 raised to k plus 1 minus 3 raised to k plus 1 equal to 4 into സം നാച്ചുറൽ നമ്പർ എന്ന് എഴുതാൻ കഴിഞ്ഞാൽ അതെന്തായി? 4ൻ്റെ ഡിവിസിബിളായി. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുമോ? 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ കഴിയുമോ എന്ന് നോക്കാം. അപ്പോൾ എഴുതിക്കേ 7 raised to k plus 1 മൈനസ് 3 raised to k plus 1 ഈക്വൾ ടു 4 into എന്നല്ലേ കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്. 7 raised to k plus 1 മൈനസ്, തെറ്റിക്കരുത്, 7 into 3 raised to k എന്ന് പറയുന്ന നമ്പർ ഒരുമിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. 7 into 3 raised to k, 7 into 3 raised to k ഈ നമ്പറാണേ. 7 into 3 raised, ഇതിന് വേറെ മറ്റൊരാളെ നിങ്ങൾ എടുക്കരുത്, ഇത് തന്നെ ചെയ്യുക. 7 into 3 raised to k ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? 7 raised to k plus 1 ആദ്യം എഴുതി, 7 into 3 raised to k കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. പിന്നെ ബാക്കി ഒരു മൈനസ് 3 raised to k plus 1 ഉണ്ട്, അതവിടെ കിടന്നോട്ടെ. ഇത്രയും എഴുതി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ, ഈ ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി കേട്ടോ. ഇനി എന്താണ് a raised to m into a raised to n, a raised to m plus n. അപ്പോൾ ഇതിനെ 7 raised to k into 7 raised to 1 എന്ന് എഴുതി, മൈനസ് 7 into 3 raised to k പ്ലസ് 7 into 3 raised to k മൈനസ് 3 raised to k plus 1നെയും കൂടെ ഒന്ന് മാറ്റി 3 raised to k into 3 raised to 1. 7 raised to 1 7, 3 raised to 1 3. ഇതിൽ രണ്ടിലും കോമൺ എന്തുണ്ട്? 7 ഉണ്ട്. ഈ രണ്ട് ടേംസിൽ ഇത് രണ്ടെണ്ണമാണ് ഒരുമിച്ച്, അടുത്തത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച്. ഇതിൽ രണ്ടിലും കോമൺ 7 ഉണ്ട്. പിന്നെ ബ്രാക്കറ്റിനകത്ത് 7 raised to k മൈനസ് 3 raised to k. അടുത്തത് ഈ രണ്ട് ടേംസിലോ, ഇതിൽ രണ്ടെണ്ണത്തിൽ കോമൺ എന്തുണ്ട്? 3 raised to k കോമൺ ഉണ്ട്, 3 raised to k കോമൺ ഉണ്ട്. പിന്നെ ബ്രാക്കറ്റിനകത്ത് 7 മൈനസ് 3. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 7 raised to k മൈനസ് 3 raised to k 4d എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് പകരം 4d എന്ന് കൊടുക്കാം. 7 into 4d പ്ലസ് 3 raised to k into 7 മൈനസ് 3 4. കണ്ടോ? അപ്പോൾ ഇതിൽ രണ്ടിൽ വീണ്ടും എന്ത് കോമൺ ആയി? 4 എന്ന് പറയുന്ന ഒരു ടേം കോമൺ ആയി അല്ലേ. 4 into 7d പ്ലസ് 3 raised to k. കണ്ടോ? അപ്പോൾ നമ്മൾ എഴുതിയേക്കുന്ന ആളെ 4 into എന്ന് എഴുതാൻ കഴിഞ്ഞു, 4ൻ്റെ ഒരു മൾട്ടിപ്പിളാക്കി എഴുതാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെ 4 ഇവിടെ ഡി അല്ലേ കൊടുത്തത്, അപ്പോൾ ഇവിടെ d ഡാഷ് എന്ന് കൊടുക്കുന്നു, 4d ഡാഷ്. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ബാക്കി 4ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതി, വേർ d ഡാഷ് ഈക്വൽ ടു 7d പ്ലസ് 3 raised to k. ഈ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വെച്ച് തന്നെ നമുക്ക് എഴുതാം. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4. ഇതായിരുന്നു നമുക്ക് വേണ്ടത്. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടി അല്ലേ. ഇത് പഠിച്ചു പോകണം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് കിട്ടി. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. 7 raised to k plus 1 അല്ലേ, എന്നിന് k plus 1 കൊടുക്കുമ്പോൾ 7 raised to k plus 1 മൈനസ് 3 raised to k plus 1 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചു. Therefore ഇനി എഴുതിയ p of k plus 1 ഈസ് ട്രൂ whenever p of k is true. Hence, by principle of mathematical induction, the result is the statement p of n is true for all natural number n. ഇത്രയും വരെ ആയിക്കഴിഞ്ഞാൽ, ഇത്രയും കൂടെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ
ആൻസർ കംപ്ലീറ്റ് ആയി. ഈ 3 ചോദ്യങ്ങളാണ് ഇക്വാളിറ്റിയിൽ വെച്ചിട്ട് നമ്മളിവിടെ പഠിച്ചത്. 3 നന്നായി പഠിക്കുക. ഇനി ഇതേപോലെ മറ്റെന്തെങ്കിലും ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. n ഈക്വൽ ടു പി ഓഫ് n എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നേക്കുന്ന എടുത്ത് എഴുതുക. n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. n ഈക്വൽ ടു kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അതിനുശേഷം k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. പ്രൂഫ് ആയി കഴിഞ്ഞു. അത് ട്രൂ റിസൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് എഴുതി കംപ്ലീറ്റ് ആക്കി വെക്കുക. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.